കട്ടക്കലിപ്പൻ്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. പാർവതിക്ക് ദത്തനോടായിരുന്നു ഭ്രാന്തെങ്കിൽ അവളുടെ അച്ഛന് പണമായിരുന്നു ഭ്രാന്ത്. അതിനു വേണ്ടി അയാൾ ഏത് തരംതാണ് പ്രവർത്തിക്കുകയും ചെയ്യും. അതിന് കൂട്ടായി സ്വന്തം മകൻ പാർത്തിതും. നാടിനും നാട്ടുകാർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട പോലീസ് തന്നെ ആ നാട് നശിപ്പിക്കുകയാണെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് പറയാനുണ്ടോ? തറവാടിലെ ബിസിനസ് ശൃംഖല രണ്ട് ഭാഗമായുള്ളത്. ഒന്ന് പപ്പയുടെ ഉത്തരവാദിത്തത്തിലുള്ള പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്, രണ്ടാമത്തേത് പാർവതിയുടെ അച്ഛൻ അതായത് രാജശേഖരൻ നോക്കി നടത്തുന്ന പ്രൊഡക്റ്റ് എക്സ്പോർട്ടിങ്. എന്നാൽ അയാൾ പാലക്കൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ഡ്രഗ്സ് കൂടി എക്സ്പോർട്ടിങ് നടത്തുന്നുണ്ട്. അതാദ്യം മനസ്സിലാക്കിയത് ഞാനാണ്. പാപ്പ അറിയുന്നതിന് മുമ്പേ എല്ലാം ഒതുക്കി തീർക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അത് സഹിക്കാൻ കൂടി കഴിയില്ല. ഞാൻ ഒരു തവണ വാണിംഗ് കൊടുത്തതാ, എല്ലാം നിർത്താൻ പറഞ്ഞതാ പന്ന നായിൻ്റെ മോനോട്. അതനുസരിച്ചില്ല. അതോടെ ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അയാൾ എന്നെ കാല് പിടിച്ച് അപേക്ഷിച്ചു. ഇനിയൊരിക്കലും തെറ്റായ രീതിയിൽ ബിസിനസ് നടത്തില്ല എന്നും ഇത് പുറത്താരെങ്കിലും പറഞ്ഞ തറവാടിൻ്റെ ആത്മാഭിമാനം, അന്തസ് എല്ലാം നഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോൾ എൻ്റെ മനസാക്ഷിയെ പോലും ഞാൻ വഞ്ചിച്ചു. ഞാൻ അയാൾക്ക് മാപ്പ് നൽകി. ഒരു പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നത്. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അയാൾ നന്നായെന്ന് ഞാനും വിശ്വസിച്ചു. പക്ഷേ ഒരവസരത്തിന് അയാൾ പകയോടെ കാത്തിരിക്കുകയാണെന്ന് ഞാനും അറിഞ്ഞില്ല. പക്ഷെ അതിന് ബലിയാടായത് പാവം കോകിലയായിരുന്നു. ഞാനും ജിത്തുവും കോകിലയും മനുവുമായിരുന്നു കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സ്. കോളേജ് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ സൗഹൃദം അവസാനിച്ചില്ല. എല്ലാവരും അവരുടേതായ പ്രൊഫഷനിലേക്ക് തിരിഞ്ഞു. ജിത്തുവും മനുവും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കോകില ഞങ്ങൾ പഠിച്ച കോളേജിൽ തന്നെ ലെക്ചറായി. അങ്ങനെ വളരെ സമാധാനത്തോടെ കടന്നു പോകുകയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അതിനിടയിലാണ് കോകിലയുടെ കല്യാണം തീരുമാനിച്ചത്. അവൾ വർക്ക് ചെയ്യുന്ന കോളേജിൽ തന്നെ സാറായിരുന്നു. അങ്ങനെ കല്യാണം തീരുമാനിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചു. ഞങ്ങൾ പഴയ ഡിഗ്രി ബാച്ചിലെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചു ചേർത്ത് ഒരു അടിപൊളി പാർട്ടി. അന്ന് ഞങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. പാട്ടും ഡാൻസൊക്കെയായി നല്ലൊരു ആഘോഷമായിരുന്നത്. പക്ഷേ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു രാത്രിയായിരുന്നു അതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ പാർട്ടി നടന്ന ഹോട്ടലിലെ ഒരു റൂമിലായിരുന്നു ഞാൻ. എഴുന്നേറ്റപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കോകില. ഞങ്ങളെ രണ്ടുപേരെയും നോക്കി എൻ്റെയും അവളുടെയും ബന്ധുക്കൾ. ഞാൻ ഉണർന്നതും പാപ്പയുടെ മുഖമടച്ചുള്ള അടിയായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ എന്നെ ഒന്ന് നുള്ളി നോക്കുക പോലും ചെയ്യാത്ത എൻ്റെ പാപ്പ എന്നെ തല്ലി. തല്ലാൻ ഇതുവരെ കാരണവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യം എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയെ എനിക്ക് ഭാര്യയായി ഇനി വേണ്ട എന്ന് കോകിലയെ വിവാഹം ചെയ്യുന്ന ആൾ വന്നും പറഞ്ഞപ്പോൾ അതെൻ്റെ നെഞ്ചിൽ തന്നെ തറച്ചു. എല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. കോകിലയുടെ അച്ഛൻ അവളെ തല്ലി ആവശ്യമാക്കി. അമ്മയില്ലാത്ത നിന്നെ ലാളിച്ച് വഷളാക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വേറൊരു കല്യാണം പോലും കഴിക്കാതെ നിനക്ക് വേണ്ടി ജീവിതം കളഞ്ഞ് എനിക്ക് പാരിതോഷികമായി ഇത് തന്നെ നീ തരണം. നാശിച്ചവളെ, കുടുംബത്തിന്റെ മാനം കളഞ്ഞപ്പോ നിനക്ക് സമാധാനമായില്ലടി പേടച്ചവളെ. കോകിലയുടെ അച്ഛൻ അവളെ വലിച്ചഴിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. കൂടെ അവളുടെ ബന്ധുക്കളും. അവസാനം ഞാനും തറവാട്ടിലുള്ളവരും മാത്രമായി ആ റൂമിൽ. ഞാനെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തലകുനിച്ചിരുന്നു. നിനക്ക് നാണല്ലേടാ ഒരു പെണ്ണിന് ആശ കൊടുത്തിട്ട് മറ്റേ പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ? പാലക്കൽ തറവാട്ടിലെ സീമന്തപുത്രൻ ദേവമോൻ എല്ലാവരും തലയിൽ കയറ്റി വെച്ചല്ലേ നടന്നിരുന്നത്. എന്തിനും ഏതിനും ദേവനെ കണ്ട് പഠിക്കാൻ. ഇപ്പം എന്തായി? പാർട്ടി വഴക്കിന് തുടക്കം കുറിച്ചു. അവനെ പിറകെ ഓരോരുത്തരായി തനിക്കെതിരെ തിരിയാൻ തുടങ്ങി. വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേ ദേവ? ഈ നാശം പിടിച്ചവൾ കൂട്ടുകാരിയാണെന്നും പറഞ്ഞ് തറവാട് കയറി നിരങ്ങിയപ്പോൾ ഞാൻ അന്നേ പറഞ്ഞതാ ഒന്ന് സൂക്ഷിക്കാൻ. അപ്പം എല്ലാവരും എന്നെ ചാടി കടിക്കാൻ നിന്നു. മാലയിൽ തലകുനിച്ചിരിക്കുന്ന ദത്തനോടായി പറഞ്ഞു, എന്താ കുട്ടിയെ ഈ കാണുന്നതും കേൾക്കുന്നതും? പാലക്കൽ തറവാടിലെ കുട്ടി ഇങ്ങനെ ഒരു പെണ്ണുമായി ഹോട്ടൽ മുറിയിൽ. ഛേ, നിന്റെ ജോലിയെക്കുറിച്ചെങ്കിലും നീ ഒന്ന് ചിന്തിച്ചോ? മുത്തശ്ശി കണ്ണീരോടെ പറഞ്ഞു. ഇവനെപ്പോലൊരുത്തന് ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാ എൻ്റെ കുട്ടിയെ ഏൽപ്പിക്കുക? ഇവനെപ്പോലൊരു ആഭാസൻ എൻ്റെ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വല്ല പോട്ടക്കെറ്റിലും കൊണ്ടുപോയി ഇടുന്നതാ. അച്ഛാ, രാജശേഖരൻ വെറുപ്പോടെ പറഞ്ഞതും പാർവതി അലറി. നീ കൂടുതൽ അലറണ്ട പാറു. ഇക്കണ്ട തോന്നിവാസമൊക്കെ ചെയ്തു വെച്ചിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? തലകുനിച്ചിരിക്കുന്നതല്ലാതെ അവൻ വാതുറന്നൊരു അക്ഷരം പറയുന്നുണ്ടെന്ന് നോക്കിയേ. മതി, നിർത്ത്. ദത്തൻ്റെ ദേഷ്യത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടി. കുറെ നേരമായില്ല എല്ലാവരും കൂടെ ചുറ്റും നിന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നു.
നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്താ സത്യത്തിൽ സംഭവിച്ചെന്ന് ചോദിച്ചോ? ഇനി എന്താ അറിയാനാ, ഞങ്ങളെല്ലാവരും നേരിൽ തന്നെ കണ്ടതല്ലേ നിന്റെ തെണ്ടിത്തരം. പാർത്തി പറയുന്നത് കേട്ട് ദത്തൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. പാർത്തിയും തിരിച്ച് അവൻ്റെ ഷർട്ടിന് കോളറിൽ പിടിച്ചു. നിർത്തി രണ്ടാളും. പാർവതി അവരെ രണ്ടാളെ പിടിച്ചു മാറ്റി. പാറു നീ. പാർത്തി എന്തോ പറയാൻ നിന്നതും പാർവതിയെ തടഞ്ഞു. എനിക്ക് ഏട്ടൻ പറയുന്നൊന്നും കേൾക്കണ്ട. എൻ്റെ ദേവേട്ടൻ എനിക്കറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പാർവതി അതൊന്നും വിശ്വസിക്കില്ല. കാരണം എനിക്ക് എന്നേക്കാൾ വിശ്വാസം എൻ്റെ ദേവേട്ടന്. ഏട്ടൻ തെറ്റ് ചെയ്യില്ല. അത് പറഞ്ഞ് പാർവതി ദത്തൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച നാടകമാണെന്ന് മനസ്സിലാക്കാതെ അന്ന് ആദ്യമായി ദത്തൻ പാർവതിയോട് പ്രണയം തോന്നി. ദത്തന് ഈ ലോകത്ത് സ്നേഹത്തേക്കാൾ വലുത് വിശ്വാസമാണ്. ആ വിശ്വാസം ഉള്ളിടത്തെ സ്നേഹമുള്ളൂ. എല്ലാവരും അവിശ്വസിച്ചപ്പോഴും അവൾ തന്നെ വിശ്വസിച്ചു. അതിൽ കൂടുതൽ കാരണമൊന്നും പാർവതിയെ സ്നേഹിക്കാൻ ദത്തിന് വേണ്ടിയിരുന്നില്ല. വീട്ടിലെത്തിയതും ദത്തൻ റൂമിൽ കയറി വാതിലടിച്ചു. കുറേ നേരം ഷവറിന് ചുവട്ടിൽ നിന്നപ്പോൾ അവനൊരാശ്വാസം തോന്നി. എത്ര ആലോചിച്ചിട്ടും ഇന്നലെ നടന്ന കാര്യങ്ങൾ അവന് ഓർമ്മ വന്നില്ല. അവസാനമായി താനും പാർവതിയും കോകിലയും ജിത്തുവും മനുവും കൂടി പാർട്ടി ഹാളിൽ വെച്ച് സെൽഫി എടുത്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എങ്ങനെ താൻ ഹോട്ടൽ റൂമിലെത്തി? ഓരോന്ന് ആലോചിക്കും തോറും അവനെ തല പൊട്ടി പിളരാൻ തുടങ്ങി. അവൻ ദേഷ്യത്തിൽ ബാത്റൂമിലെ മിററിൽ ശക്തിയായി ഇടിച്ചു. കണ്ണാടി ചില്ലുകൾ കഷ്ണങ്ങളായി താഴേക്ക് വീണു. ഒപ്പം അവൻ്റെ കയ്യിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. കയ്യിൽ തലച്ചു കയറിയ ചില്ല് കഷ്ണങ്ങൾ വലിച്ചെടുത്ത് കൈ കഴുകി അവൻ റൂമിൽ വന്നിരുന്നു. കബോർഡിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് മുറിവ് ക്ലീൻ ചെയ്തു. നിർത്താതെയുള്ള ഫോൺ റിങ് കേട്ട് അവൻ ഫോൺ എടുത്തു. ജിത്തുവാണ് വിളിച്ചത്. മറുഭാഗത്തു നിന്നുള്ള വാർത്ത കേട്ട് അവൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. മകളുടെ കല്യാണം മുടങ്ങിയതിൽ മനം നൊന്ന് കോകിലയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അവൻ്റെ മനസ്സിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഫ്രണ്ട്സുമായി കോകിലയുടെ വീട്ടിലേക്ക് പോയതും അവളുടെ അച്ഛൻ്റെ കളികളും ചിരികളും തമാശകളും കാര്യമുള്ള പോലെ അവൻ്റെ മനസ്സിൽ തറച്ചു കയറി. അവൻ വേഗം ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി. കോകിലയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അമ്മയും പാർവതിയും ഒഴികെ ബാക്കി എല്ലാവരും എതിർത്തു. ആ എതിർപ്പിനെ വകവെക്കാതെ അവൻ കോകിലയുടെ വീട്ടിലേക്ക് പോയി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ദത്തൻ പിറ്റേ ദിവസമാണ് വീട്ടിലേക്ക് വന്നത്. ഹാളിൽ അവനെ കാത്ത പോലെ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ അവൻ അകത്തേക്ക് പോകാൻ നിന്നതും പിന്നിൽ നിന്നും അവനുള്ള വിളി വന്നിരുന്നു. എന്താ ദേവാ നിന്റെ ഉദ്ദേശം? ഞങ്ങളുടെ എല്ലാവരുടെയും വാക്ക് ധിക്കരിച്ച് നീ ആ അടിഞ്ഞാട്ടക്കാരുടെ വീട്ടിലേക്ക് പോയല്ലേ? ചന്ദ്രശേഖരൻ പൂച്ചത്തോടെ ചോദിച്ചു. അതെങ്ങനെയാ അമ്മാവ അവൾ മാത്രം അഴിഞ്ഞാട്ടക്കാരിയാവുക? അവളുടെ കൂടെ ഹോട്ടൽ മുറിയിൽ നിന്ന് എന്നെയും പിടിച്ചതല്ലേ? ഞാനും അങ്ങനെ ഒരുത്തനല്ലേ? ദേവാ നീ എന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? പാപ്പയുടെ ശബ്ദം ഹാളിൽ മുഴങ്ങി. പിന്നെ സഹിക്കുന്നതിലും ഒരു അതിരില്ലേ പപ്പ? സത്യം എന്താണെന്ന് തെളിയുന്നത് വരെ ഞാൻ കൂടുതലൊന്നും പറയാൻ വരുന്നില്ല. പക്ഷെ സത്യം പുറത്തു വരുന്ന നിമിഷം എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടായിരിക്കണം. ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ എത്ര കണിശക്കാരനാണെങ്കിലും ഇന്നേ വരെ ഈ ദേവൻ ഈ വീട്ടിൽ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ? ഓന്നെതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, സ്നേഹം വിശ്വാസം എന്നീ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇന്നലത്തോടു കൂടി ആ വിശ്വാസം എനിക്ക് ഇല്ലാതായി. നീ കൂടുതൽ പുണ്യാളനാവണ്ട ദേവാ. ഇങ്ങനെയൊക്കെയാ കാര്യങ്ങളുടെ പോക്കെങ്കിൽ എൻ്റെ മോളുടെയും നിന്നെയും കല്യാണത്തെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. അച്ഛാ വേണ്ട. അന്ന് ദേവേട്ടൻ അച്ഛനെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തെറ്റുകാരനാക്കാൻ നോക്കിയതിൻ്റെ ദേഷ്യം അച്ഛൻ ഇപ്പോൾ തീർക്കാൻ നോക്കണ്ട. ഞാൻ സമ്മതിക്കുന്നു, അന്ന് ദേവേട്ടൻ ചെയ്തത് തെറ്റാ. പക്ഷേ ആ പക ഇപ്പൊ തീർക്കല്ലേ പ്ലീസ്. പാർവതി പറയുന്നത് കേട്ട് ദേവനടക്കം എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. നീ എന്താ പാറുമോളെ ഈ പറയുന്നത്? ദേവൻ ചന്ദ്രനെ തെറ്റുകാരനാക്കാൻ നോക്കിയെന്നോ? മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചു. അതെ മുത്തശ്ശി, ഒരു മാസം മുമ്പ് ദേവേട്ടൻ അച്ഛൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കിയിരുന്നു. അച്ഛൻ എന്തൊക്കെയോ ഇല്ലീഗൽ ബിസിനസ് ഉണ്ടെന്ന്. പക്ഷേ അന്ന് അച്ഛൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ദേവേട്ടൻ അന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാ. അതുകൊണ്ടാ തറവാട്ടിൽ ആരോടും പറയാതിരുന്നത്. ആ ദേഷ്യം ഇപ്പം അച്ഛൻ ദേവേട്ടനോട് തീർക്കുകയാണ്. പക്ഷേ അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ദേവദത്തൻ പാർവതിയുടെ മാത്രം. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ദേവേട്ടൻ മാത്രമായിരിക്കും. അത് പറഞ്ഞ് പാർവതി അകത്തേക്ക് പോകാൻ നിന്നതും ദത്തൻ്റെ വിളി പിന്നിൽ നിന്ന് വന്നിരുന്നു. നീ ഒന്നവിടെ നിന്നേ. നിന്നോടാരാ എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന് പറഞ്ഞത്? വ്യക്തമായ എവിഡൻസോട് കൂടിയാ ഞാൻ ഇയാൾക്കെതിരെ കേസെടുക്കാൻ നിന്നത്. പക്ഷേ ഇയാളെൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചത് കൊണ്ടാ എൻ്റെ എത്തിക്സ് പോലും മറന്ന് ഞാൻ ഇയാളെ വെറുതെ വിട്ടത്. അതൊക്കെ ഒരു മാസം മുമ്പേ അവസാനിച്ച കാര്യമാണ്. അതും ഒരു കാരണവും ഇല്ലാതെ നീ എന്തിനാ ഇവിടെ പറഞ്ഞത്?
ദത്തൻ്റെ ഇരു കൈകളും കെട്ടി അവൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു. അത് ദേവേട്ട, അത് പിന്നെ നീ പരിങ്ങാതെ കാര്യം പറയടി. ദത്തൻ്റെ അലർച്ച കേട്ട് പാർവതി ഒന്ന് പതറി. എല്ലാവരും മാത്രമേ ഈ ദേഷ്യത്തിൽ ദത്തനെ ആദ്യമായാണ് കണ്ടിരുന്നത്. നീ ചെയ്ത തെറ്റ് മറച്ചു വെച്ച് നീ എൻ്റെ കുഞ്ഞിനെ ചോദ്യം ചെയ്യുകയാണോ? നീ അകത്ത് പോ പാറു, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയേക്കണം. സംസാരം അവസാനിപ്പിച്ച പോലെ ചന്ദ്രശേഖരൻ സെറ്റ് ചെയ്യുന്ന എഴുന്നേറ്റു. പ്രശ്നങ്ങൾ അങ്ങനെ അവസാനിക്കില്ലല്ലോ അമ്മാവ. സത്യത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇപ്പോഴാ. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ പാർട്ടി നടന്ന ഹോട്ടലിൽ പോയിരുന്നു. അവിടുത്തെ 6 to 10 വരെയുള്ള CCTV ഫുട്ടേജ് ആരോ യൂസ് ചെയ്തിരിക്കുന്നു. ഇനി സത്യം എന്താണെന്ന് അറിയാതെ ഇവിടുന്ന് ആരും എവിടേക്കും പോവില്ല. പാർവതി ഇവിടെ വന്നിരിക്കുക. ദത്തൻ തൻ്റെ അരികിലേക്ക് ചൂണ്ടി പറഞ്ഞു. പാർവതി ഉള്ളിലുള്ള പതർച്ച മറച്ചു വെച്ച് അവൻ്റെ അരികിൽ വന്നിരുന്നു. ദത്തൻ കുറച്ചു നേരം കണ്ണടച്ച് സെറ്റിയിൽ ചാരിയിരുന്നു. പിന്നീട് എന്തോ ഓർത്ത പോലെ ഫോൺ എടുത്ത് ജിത്തുവിനെ വിളിച്ചു. ജിത്തു, പാർട്ടിയിൽ നമ്മുടെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ നീ ഒരു ഫോട്ടോഗ്രാഫറെ ഏൽപ്പിച്ചിരുന്നില്ലേ? അയാളെ വിളിച്ച് ആ വിഷ്വൽസും വാങ്ങി നീ ഉടൻ തറവാടിലെത്തണം. അത് പറഞ്ഞ് ദത്തൻ കോള് കട്ട് ചെയ്തു. അധികം വൈകാതെ ജിത്തു തറവാടിലെത്തി. വിഷ്വൽസ് എല്ലാം പെൻഡ്രൈവിലേക്ക് ആക്കിയതിനാൽ ദത്തൻ അത് ലാപ്പിൽ കണക്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ തുടങ്ങി. സെൽഫി എടുത്തു കഴിഞ്ഞ് പാർവതി പോയി എല്ലാവർക്കുമുള്ള ജ്യൂസ് എടുത്ത് കൊണ്ടുവന്നു. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് പാർവതി വെച്ച് എല്ലാവരും തലയും താങ്ങി താഴെ ഇരിക്കാൻ തുടങ്ങി. പാർട്ടി ഹാളിൽ മറ്റു പലരും ഉണ്ടായിരുന്നുവെങ്കിലും DJ സോങ്ങിൻ്റെയും പാർട്ടിയുടെയും ലഹരിയിൽ അതൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. പാർവതി കോകിലയെയും താങ്ങി പിടിച്ച് പുറത്തേക്ക് പോയി. പിന്നീടുള്ള വിഷ്വൽസിൽ മറ്റുള്ളവരുടെ ഡാൻസും പാട്ടും ഒക്കെയാണ് പതിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനൊരു ദീർഘനിശ്വാസത്തോടെ ലാപ്പ് അടച്ചു വെച്ചു. ഇനി ബാക്കി പറയേണ്ടത് നീയാണ് പാർവതി. പറ, എന്താ ഞങ്ങൾക്ക് നീ ജ്യൂസിൽ കലക്കി തന്നത്? നീ എന്തിന് കോകിലയെ പുറത്തേക്ക് കൊണ്ടുപോയി? ഞാൻ എങ്ങനെ കോകിലയുടെ റൂമിലെത്തി? അദ്ദേഹത്തിൻ്റെ ഉയർന്നു വന്ന ദേഷ്യം പരമാവധി അടക്കി പിടിച്ചുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കറിയില്ല ദേവേട്ട, ഞാൻ കോകില ചേച്ചിയെ വയ്യാത്ത അവസ്ഥയിൽ കണ്ടപ്പോൾ റൂമിൽ കൊണ്ടുപോയി ആക്കിയെന്നുള്ളത് ശരിയാ, പക്ഷെ വേറൊന്നും എനിക്ക് അറിയില്ല. പാർവതി അത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിൽ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. സത്യം പറയടി, നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ ഞാൻ പോട്ടനല്ല. ഞാൻ ആരാണെന്നും എൻ്റെ ജോലി എന്താണെന്നും നിനക്ക് വ്യക്തമായി അറിയാലോ. ദത്ത, അപ്പൊ എന്താ നിന്റെ ജോലി? ആകാംക്ഷ സഹിക്കാനാവാതെ വർണ്ണ ചോദിച്ചു. കളഞ്ഞു, ആ ഫ്ലോ അങ്ങോട്ട് നശിപ്പിച്ചു. ദത്തൻ ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞു. സോറി, അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല ചോദിച്ചത്. പറ ദത്ത. വർണ്ണ ദത്തൻ്റെ താണ്ടി പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു.